ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് എ ഗ്രാഫ്, എ ക്വിക്ക് റിവിഷൻ ഓഫ് മോഡൽ ലാബ് നമ്പർ 2. ഇതിൻ്റെ മോഡൽ ലാബ് നമ്പർ 2 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ലാബ് എക്സാമിന് ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോൾ ഇത് ക്ലിയർ ആണെങ്കിൽ ഏതൊരു കുട്ടിക്കും വളരെ സിമ്പിളായിട്ട് 14 മാർക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക്, കേവലം 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ലാബിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ലാബ് 2 കടക്കാം. ലാബ് 2 മോഡൽ ക്വസ്റ്റ്യനോട്ട് കടക്കാം. മോഡൽ ക്വസ്റ്റ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഒരു അപ്ലൈറ്റ് നിർമ്മിക്കുക. ഇതിന് 4 മാർക്കാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഫോളോ ദി ഡയറക്ഷൻ ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് a GeoGebra applet. Draw the graph of the function f of x equal to x square. വരക്കാം, ഇൻപുട്ട് കൊടുക്കുക. ക്രിയേറ്റ് 2 സ്ലൈഡേഴ്സ് എ ആൻഡ് ബി. ആദ്യത്തെ സ്ലൈഡർ ഓട്ടോമാറ്റിക് എ വരും, രണ്ടാം സ്ലൈഡർ ഓട്ടോമാറ്റിക് ബി വരും. മിനിമം വാല്യൂ -5, മാക്സിമം വാല്യൂ 5 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.01. ഇത് 5 -5 ഓട്ടോമാറ്റിക് വരും. നമ്മൾ ഇൻക്രിമെൻറ്റ് മാത്രം മാറ്റി കൊടുക്കുക. അതിനുശേഷം മൂന്നാമത്തെ കാര്യം, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ g of x യൂസിങ് ഇൻപുട്ട് കമാൻഡ് g of x equal to f of x plus b plus a. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട g of x പേരൊന്നും കൊടുക്കണ്ട, f of x plus b plus a മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആൾജിബ്ര വേയിൽ ഇതിൻ്റെ പേര് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഗ്രാഫും അവിടെ കാണാൻ പറ്റും. അതിൻ്റെ കളറും നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ തന്നെ അവിടെ കാണാൻ പറ്റും എന്നതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വരാൻ കാരണം ഇത് ആക്റ്റീവ് ആയതുകൊണ്ടാണ്. ആക്റ്റീവ് ഡീആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരച്ചു. അതിനുശേഷം ഇതിവിടെ നീലയാകുമ്പോൾ ഇവിടെ നീലയായിരിക്കും. പിന്നെ ഈ ഫോണ്ട് സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഫോണ്ട് സൈസ് പോയിട്ട് ഞാനൊരു 24 ആക്കി കൊടുക്കും. കുറച്ചും കൂടി വലുതായിട്ട് കാണും. ഓക്കെ, ഇതെല്ലാം വലുതായി കാണാൻ തുടങ്ങി. ഇനി 2 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്ലൈഡർ എന്ന് പറയുന്നത് 0.01 ഒന്നാമത്തെ സ്ലൈഡർ. രണ്ടാമത്തെ സ്ലൈഡറും അതേപോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ബി ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായിട്ട് വന്ന് -5 to 5 ആണ്. 0.01 ആയിട്ട് കിട്ടി, 0.01 എന്ന് കിട്ടി. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ കിട്ടി. ഇനി ചെയ്യേണ്ടത് അടുത്ത ഇൻപുട്ട് ബോക്സ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് സ്മോൾ ലെറ്റർ എക്സ് പ്ലസ് ബി, സ്മോൾ ലെറ്റർ എക്സ് പ്ലസ് ബി പുറത്താണ് പ്ലസ് എ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്കൊരു റെഡിഷ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഗ്രാഫ് കുറച്ചിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അത് അത്ര കണ്ടാൽ മതി. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ നമ്മൾ അപ്ലൈറ്റ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ വർക്ക് നടക്കാമെന്ന് വെച്ചാൽ രണ്ടും ഞാൻ ഒറിജിനൽ വെക്കുക ഒരുപോലെ കിട്ടും. ഒറിജിനൽ വെക്കുമ്പോൾ ഒരുപോലെ ഉണ്ട്. അപ്പോൾ കറക്റ്റാണ്. എൻ്റെ വാല്യൂ കൂടും തോറും അത് മുകളിലോട്ട് പോകുന്നു. എൻ്റെ വാല്യൂ മൈനസിലോട്ട് താഴുമ്പോൾ 0 കഴിഞ്ഞ് വരുമ്പോൾ താഴോട്ട് പോകുന്നു. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഇനി ബീൻ്റെ വാല്യൂ കൂടും തോറും ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ബീൻ്റെ വാല്യൂ കുറയും തോറും ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം അപ്ലൈറ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ അപ്ലൈറ്റ് റെഡിയാണ്. നമ്മൾ എക്സ്റ്റേണൽ വിളിച്ചിട്ട് അപ്ലൈറ്റ് റെഡിയാണെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ട 4 മാർക്ക് തരുന്നു. ദെൻ നമുക്ക് ആൻസർ ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതാം. അപ്പോൾ എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എഴുതാമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന സംഭവമാണ് എഴുതേണ്ടത്. അപ്പോൾ എഴുതേണ്ട പോയിന്റ് എന്ന് പറയുമ്പോൾ വെൻ ദി വാല്യൂ ഓഫ് എ ഇൻ സ്ലൈഡർ ഇൻക്രീസസ് ഇതിങ്ങനെ കൂടുമ്പോൾ the graph ഒറ്റ ഗ്രാഫ് അല്ലല്ലോ, the graph moves along y axis vertically upward അങ്ങനെ എഴുതുക. വെർട്ടിക്കലി മുകളിലോട്ട് പോകുന്നു. അതേപോലെ the value of a decreases, the graph moves along y axis
then moves along y-axis vertically downward. അങ്ങനെ രണ്ട് സെൻറ്റൻസ് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. അതതിൻ്റെ. ഇനി ബീൻ്റെ കാണിക്കുകയാണെങ്കിലോ, ബീൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ പറയാം. ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ട്, ഡിക്രീസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട്. അപ്പോൾ എന്ത്, ദി വാല്യൂ ഓഫ് ബി ഇൻ സ്ലൈഡർ decreases, the graph moves along x-axis horizontally, x-axis horizontally, left hand side horizontally, right hand side ആണ്, horizontally right hand side from origin, horizontally right hand side from origin നിന്നും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അതേപോലെ ബീൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറയണം? ദി വാല്യൂ ഓഫ് ബി ഇൻ സ്ലൈഡർ ഇൻക്രീസസ്, വാല്യൂ ഓഫ് ബി ഇൻ സ്ലൈഡർ ഇൻക്രീസസ്, ദി ഗ്രാഫ്സ് മൂവ്സ് അലോങ് എക്സ് ആക്സിസ് ഹൊറിസോണ്ടലി റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫ്രം ഒറിജിൻ, ഹൊറിസോണ്ടലി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫ്രം ഒറിജിൻ നിന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടേക്ക് മൂവ് ചെയ്യുന്നു എന്ന കാര്യം പറയാം. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ആ ഒരു 4 കാര്യം എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയുന്ന സെൻറ്റൻസ് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതണം അങ്ങനെയൊന്നും പറയുന്നില്ല. ആ രീതി ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, അത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇത് രണ്ടും ഞാൻ ഒറിജിനിൽ തന്നെ വെച്ചേക്കാം. കാരണം അതാണ് നമ്മളൊരു ആദ്യം നമ്മളെപ്പോഴും ഒറിജിനിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ കളറിൽ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇനി ലാബ് ഒന്നാമത്തെ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ലാബ് എന്ന് പറയുന്നത് ഫിക്സ് ദി വാല്യൂ ഓഫ് എ ആൻഡ് ബി അറ്റ് 0, രണ്ടും 0 വെക്കുക. നമ്മൾ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഗ്രാഫ് ജി ഓഫ് എക്സ് കോയിൻസൈഡ് വിത്ത് ഗ്രാഫ് എഫ് ഓഫ് എക്സ് കോയിൻസ്. അപ്പം 0 വെക്കുമ്പം രണ്ടും ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വരും. അതും വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇൻക്രീസ് ദി വാല്യൂ ഓഫ് എ ഫ്രം 0 to 2. ഇൻക്രീസ് ദി വാല്യൂ ഓഫ് എ ഫ്രം 0 to 2. 0 നിന്ന് 2ലോട്ട് എ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ ടു ദി ജി ഓഫ് എക്സ്, അതിന് 2 മാർക്കാണ്. ഓക്കെ, 2 മാർക്കാണ് പറയുന്നത്. നമുക്കിവിടെ ചെയ്യേണ്ടത് 2 0 വെക്കുക. അപ്പോൾ 2 കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർലി ബോത്ത് ഗ്രാഫ്സ് ആർ കോയിൻസൈഡ്സ്. അത് നമുക്ക് കിട്ടി. അപ്പം എൻ്റെ വാല്യൂ മൂവ് ചെയ്യുമ്പം ഇൻക്രീസ് ദി വാല്യൂ ഓഫ് എ ഫ്രം 0 to 2. ഇൻക്രീസ് ദി വാല്യൂ ഓഫ് എ ഫ്രം 0 to 2. അപ്പോൾ 0 നിന്ന് 2ലോട്ട് മൂവ് ചെയ്യുക. അപ്പം കീബോർഡ് ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ കൃത്യമായിട്ട് 0 നിന്ന് 2ലോട്ട് മൂവ് ചെയ്യുക. 0 നിന്ന് 2ലോട്ട് മൂവ് ചെയ്യുമ്പോൾ 0 നിന്ന് 2ലോട്ട് കൃത്യം 2ലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ കൃത്യം അവിടെ കാണുമ്പോൾ മനസ്സിലാവും, കൃത്യം തന്നെ വെക്കുക. അപ്പോൾ 2ലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജി ഓഫ് എക്സ് എന്ന ഗ്രാഫ് 2 യൂണിറ്റ് ഹൊറിസോണ്ടലി അപ്വേർഡ് ഷിഫ്റ്റ്, ഹൊറിസോണ്ടലി വെർട്ടിക്കലി അപ്വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്തു. 2 യൂണിറ്റ് ഹൊറിസോണ്ടലി അപ്വേർഡായിട്ട് വെർട്ടിക്കലി അപ്വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ വെർട്ടിക്കലി അപ്വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ദി ന്യൂ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. എന്നിട്ട് ഇത് എഴുതിയാൽ മതി. ഒന്ന് സെൻറ്റൻസ് എഴുതുന്നു, ആ ഇക്വേഷൻ ഇവിടെ കാണും. അതൊന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അത്രേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, വാട്ട് ഹാപ്പൻ ടു ദി ഗ്രാഫ്, അത് ഇതും പിന്നെ ഇതൊന്ന് സെൻറ്റൻസ് എഴുതി ഒഴിവാക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫിക്സ് ദി വാല്യൂസ് ഓഫ് എ ആൻഡ് ബി അറ്റ് 0. വീണ്ടും ഫിക്സ് ചെയ്തു. ഓക്കെ, ഇൻക്രീസ് ദി വാല്യൂ ഓഫ് ബി ഫ്രം 0 to 2. ബീൻ്റെ വാല്യൂ 0 നിന്ന് 2ലോട്ട് ഇൻക്രീസ് ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു ദി ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഫിക്സ് ചെയ്യുമ്പോൾ എന്തായാലും ബോത്ത് ഗ്രാഫ്സ് ആർ കോയിൻസൈഡ്സ് ആണ്. ഇനി ബീൻ്റെ വാല്യൂ 0 നിന്ന് 2ലോട്ട് ഇൻക്രീസ് ചെയ്യുക. 0 നിന്ന് 2ലോട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫിൻ്റെ മൂവ്മെൻറ്റ് നോക്കണം. 0 നിന്ന് 2ലോട്ടാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം നോക്കാം. അപ്പോൾ ഹൊറിസോണ്ടലിയാണ് മൂവ് ചെയ്യുന്നത്. ഹൊറിസോണ്ടലി മൂവ്സ് അലോങ് എക്സ് ആക്സിസ് ഫ്രം ഒറിജിൻ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത്, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഇവിടെ അഡീഷൻ ആയിട്ട് ഇക്വേഷൻ എഴുതാനുണ്ട്. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇക്വേഷൻ നമ്മൾ എഴുതണം. അപ്പോൾ 2 യൂണിറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഒറിജിൻ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദി ന്യൂ ഫംഗ്ഷൻ, ദി ന്യൂ ഗ്രാഫിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ജി ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയറിന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 4 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അത്രമാത്രം നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടു. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷനും ഇവിടെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അപ്പോൾ അവിടെ 4 മാർക്കായി. അങ്ങനെ നിങ്ങൾക്ക് 8 മാർക്ക് ഇപ്പം കിട്ടി.
ആൻസർ ഓൺലി 2 questions ഹാവിങ് ടിക്ക് മാർക്ക് ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാനേ പറയുന്നുള്ളൂ, 1-2 ചെയ്യാനേ പറയത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് 4 നോക്കാം. ഇൻ ഈച്ച് ക്വസ്റ്റ്യൻ യു ഹാവ് ടു ഫൈൻഡ് ആൻഡ് റൈറ്റ് ദി വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾ എന്ത് ചെയ്യുക, എയും ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് സാറ്റിസ്ഫൈ ദി ഗിവൺ കണ്ടീഷൻ. നിങ്ങൾ ഓരോ വർക്ക് ചെയ്യും, എ ബി എന്ത് സംഭവിക്കുന്നു, ജി ഓഫ് എക്സ് എന്ത് കിട്ടുന്നു. അപ്പോൾ എയും ബിയും സ്ലൈഡർ നോക്കി എഴുതാം, ജി ഓഫ് എക്സ് ഓൾജിബ്ര വിയിൽ നോക്കി എഴുതാം. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി 2 ക്വസ്റ്റ്യനേ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് 2 ചെയ്താൽ തന്നെ 1-ന് 3 മാർക്ക് വെച്ചിട്ട് 6 മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ ഇതാണ്, റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ ജി ഈസ്, ജി ആണ് നോക്കുന്നത്, റേഞ്ച് ഓഫ് ഫംഗ്ഷൻ ജി ഈസ് ക്ലോസ്ഡ് അറ്റ് -3 to ഇൻഫിനിറ്റി. ഇതിലോട്ട് ആ ഗ്രാഫിനെ കൊണ്ടുവരണം. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർമ്മ വരേണ്ടത് വൈ ആക്സസിലുള്ളതാണ് റേഞ്ച് ആയിട്ട് കൺസിഡറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ തുടക്കം എവിടെ വരണം, -3യിലാണ്. -3യിലൂടെ ആ ഗ്രാഫിൻ്റെ മിഡിൽ പോയിന്റ് -3യിലൂടെ ടച്ച് ചെയ്ത് പോകണം. -3 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്, -3യിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അവിടെ കൊണ്ടുവെക്കുക. അപ്പം ജി ഓഫ് എക്സ് നമുക്ക് ഓൾജിബ്ര വിയിൽ കാണാൻ പറ്റും. അപ്പോൾ -3 to ഇൻഫിനിറ്റി ആണെന്ന് പറയുന്നത്, -3 to ഇൻഫിനിറ്റി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഇത് 2 ഒറിജിനിൽ വെച്ചേക്കാം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും തുടക്കം തന്നെ ഒറിജിനിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അതിൻ്റെ ഭംഗി എന്ന് പറയും. ഒറിജിനിൽ വെച്ച് ചെയ്താൽ നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇപ്പോൾ ഒറിജിനിൽ വെക്കാം. ഇനി ചെയ്യേണ്ടത് അതിന് താഴോട്ട് എന്ന് പറഞ്ഞാൽ -3 എക്സ്, -3 to ഇൻഫിനിറ്റി പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് -3, -3 to ഇൻഫിനിറ്റി ആണെന്നാണ് പറയുന്നത്, -3 to ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -3 to ഇൻഫിനിറ്റി ആണ് പറയുന്നത്. ഗ്രാഫിൻ്റെ റേഞ്ച് ഈ രീതി വരുന്ന രീതിയിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഗ്രാഫിൻ്റെ ഈ റെഡ് കളറിൽ ഗ്രാഫിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി ആണ്, 0 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 0 to ഇൻഫിനിറ്റി എന്നത് -3 to ഇൻഫിനിറ്റി ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം ഇതിങ്ങനെ താഴോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 0 to ഇൻഫിനിറ്റി ആണ്. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ -1 to ഇൻഫിനിറ്റി ആണ്. അതിനും തൊട്ട് താഴെ വെക്കുമ്പോൾ -2 to ഇൻഫിനിറ്റി ആണ്. അതിനും തൊട്ട് താഴെ വെക്കുമ്പോൾ -3 to ഇൻഫിനിറ്റി ആണ്, -3 to ഇൻഫിനിറ്റി ആണ്. അതിന് തൊട്ട് താഴെ വെക്കുമ്പോൾ -3 to ഇൻഫിനിറ്റി. ഇത്രയും ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. ഇപ്പോൾ -1 to ഇൻഫിനിറ്റി ആണ്, ഇവിടെ വെക്കാം. ഇവിടെ 0 to ഇൻഫിനിറ്റി, +1 to ഇൻഫിനിറ്റി ആണ്. റേഞ്ച് ആണ് പറയുന്നത്. റേഞ്ച് ആവുമ്പോൾ നമുക്ക് ഇതിൽ മാത്രമേ കൺസിഡറേഷൻ കൊടുക്കണ്ടൂ, y കോർഡിനേറ്റിൽ മാത്രമേ നമുക്കിവിടെ കൺസിഡറേഷൻ കൊടുക്കണ്ടൂ. ഇതാണ്. അപ്പോൾ അതിൻ്റെ എ എത്ര ആയിട്ട് എടുക്കണം, B0 a = -3 ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടും. എത്ര എളുപ്പത്തിൽ നമുക്ക് ആൻസർ എഴുതി, സമയം എടുക്കുന്നുണ്ടോ? ഇല്ല. അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് കോയിൻസൈഡ് വിത്ത് ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ x² + 4x + 4. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം. ഇതൊരു പുതിയ ഫംഗ്ഷനാണ്. അപ്പോൾ പുതിയ ഫംഗ്ഷൻ നമ്മൾ എന്തിന് x² + 4x + 1 നമ്മളത് ടൈപ്പ് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് 0 വെച്ചേക്കാം, 0 വെച്ചേക്കാം, 0 വെക്കാം, 0 വെച്ചു. x² ടൈപ്പ് ചെയ്യാം, x² + 4x + 1 ടൈപ്പ് ചെയ്തു. അപ്പം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ആ കളറും ഈ കളറും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ ജി ഓഫ് എക്സ് എന്ന ഗ്രാഫ് ഇതിൻ്റെ മേലെ കൊണ്ടുവെക്കുക, ഇതിൻ്റെ മേലെ കൊണ്ടുവെക്കുക. അപ്പോൾ റെഡാണ് കൊണ്ടുവെക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കൊണ്ടുവെക്കണം, ഇതിന് ഇത്ര താഴോട്ട് കൊണ്ടുവന്ന് ഇത്ര ഇങ്ങോട്ട് മൂവ് ചെയ്യണം. താഴോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ വാല്യൂ കുറയുമ്പോൾ താഴോട്ട് വരും. അപ്പോൾ കൃത്യമായിട്ട് -3ൻ്റെ അവിടെ കൊണ്ടുവെക്കാം. ഓക്കെ, കൊണ്ടുവച്ചു. കൃത്യമായിട്ടായില്ല, -3നോട് കൃത്യമായിട്ട് കൊണ്ടുവെക്കാം. ഇപ്പം കൃത്യമായി. ഇനി ഇതിനെന്ത് ചെയ്യാം, ഇതിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് പതുക്കെ മൂവ് ചെയ്യാം. പതുക്കെ മൂവ് ചെയ്യുന്ന വെച്ചാൽ 2ൻ്റെ അവിടെ കൊണ്ടുവെക്കുമ്പോൾ കൃത്യമായിട്ട് വരും. 2ൻ്റെ അവിടെ വെച്ചാൽ കൃത്യമാവുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായി, രണ്ടും കോയിൻസൈഡ് ചെയ്തു. ബോത്ത് ദി ഗ്രാഫ്സ് ആർ കോയിൻസൈഡ്സ്. സോ
ആ സമയത്ത് ഇപ്പം പുതിയ ഗ്രാഫും നമ്മൾ ജി ഓഫ് എക്സും കോയിൻസൈഡ് ഒന്നിൻ്റെ മേലെ ഒന്ന് വന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ ജി ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്, എയും ബിയും എന്താണ്, എങ്ങനെയാണ് സ്റ്റേബിളായിട്ടിരിക്കുന്നത് അത് എഴുതാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് പുതിയതായിട്ട് ടൈപ്പ് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ഇത് വേണ്ട, ഒഴിവാക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, x=2 ആൻഡ് x=-2, അതായത് എക്സ് കോർഡിനേറ്റ് 2ഉം -2 ആ സൊല്യൂഷൻ ഓഫ് ദി ജി ഓഫ് x=0. ഈ ജി ഓഫ് x=0 എന്ന ഇക്വേഷൻ പറയുന്നില്ല, പക്ഷേ ഇത് പറയാതെ നമുക്ക് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് മൈനസും പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്താണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, മനസ്സിൽ തന്നെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ ജി ഓഫ് എക്സ് ആൾജിബ്ര വ്യൂവിൽ കിട്ടും, റൈറ്റ് ദി ജി ഓഫ് എൻ. അപ്പോൾ നമ്മൾ ഗ്രാഫിൻ്റെ പാത്ത് ഇതിലൂടെ കടന്നു പോകുന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ -2 2 ആണ്, കൃത്യമായിട്ട് ഇതിൽ കട്ട് ചെയ്ത് പോകണം. അപ്പോൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ വെക്കുന്നു, -2 കൃത്യമായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ താഴോട്ട് കുറച്ചും കൂടിയും മേലോട്ട്, ഇതിപ്പോൾ ഇത് കുറച്ചൊന്നും ഇങ്ങോട്ട് വയ്ക്കാൻ മതി. പോയിൻ്റ് ഇത്തിരി ഒരു പോയിൻ്റ് ഉണ്ട്, പ്രശ്നമുണ്ട്. ഇത് ആക്റ്റീവാണ്, ഡീആക്ടിവേറ്റ്. ഇത് കുറച്ചിങ്ങോട്ടാക്കി കുറച്ചും കൂടി ഇപ്പം അത് കൃത്യമായിട്ട് മാറി. ഇത് കൃത്യം എന്ന് പറയുമ്പോൾ ഓക്കെ കറക്റ്റ് ടച്ച്, ഈ കറക്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ഇത് ഹോൾ നമ്പറായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ഡെസിമലൊന്നും വരാത്ത കേസ് നോക്കിയാൽ മതി. ഹോൾ നമ്പറിലായിട്ട് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. ഇപ്പോൾ ഇത് കൃത്യമായിട്ട് ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്, സോ ദി ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടി. ദി ജി ഓഫ് എക്സ് = x² - 4 at a = -4 ആൻഡ് b = 0 എന്ന് ആൻസർ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് വെക്കണം, കൃത്യമായിട്ട് പാസ് ചെയ്യണം, എന്നാലേ നമുക്കത് ഇത് ഇവിടെ കൃത്യമായിട്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെയും കൃത്യമായിട്ട് പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റും എന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സക്സസ് ആയി തീർത്തു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ജി ഈസ് ഡിക്രീസിങ് ഇൻ -∞ to 4. -∞ to 4 ഡിക്രീസ് ചെയ്യുന്നു, ആൻഡ് ഇൻക്രീസിങ് ഇൻ 4 to ∞. 4 4 കൂടുന്നു, -∞ to 4 മേലെ നിന്ന് താഴോട്ട് വന്നു, താഴെ നിന്ന് മേലോട്ട് പോയി. റൈറ്റ് ദി ഫംഗ്ഷൻ ജി ഓഫ് എക്സ് നമുക്ക് ആൾജിബ്ര വ്യൂവിൽ കിട്ടും, അതാണ് ജി ഓഫ് എക്സിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പം ഞാൻ ആദ്യം ഇതിനെ 0 മാറ്റി വെക്കുന്നു, 0 മാറ്റി വെക്കാം. വെച്ചു. അതേപോലെ ഇതും 0 മാറ്റി വെക്കാം, വെച്ചു. ഇപ്പം ഈ ബ്ലൂയിഷ് കളറിലുള്ളത് നമുക്കവിടെ ഫിക്സ് ആണ്, നമ്മൾ റെഡിഷാണ് മൂവ് ചെയ്യുന്നത്. റെഡിഷ് പ്രകാരം ഇതിപ്പോൾ 2 0 ആകുമ്പോൾ കോയിൻസൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ കണ്ടീഷൻ പ്രകാരം ഇപ്പോൾ ഉള്ള ഗ്രാഫിൻ്റെ സ്റ്റാറ്റസ് പ്രകാരം ഡിക്രീസസ് ഫ്രം -∞ to 0, ഇൻക്രീസസ് ഫ്രം 0 to ∞, ഇൻക്രീസസ് ഫ്രം 0 to ∞, അങ്ങനെ ആ രീതിയിൽ കിട്ടും, ഇൻക്രീസസ് ഫ്രം 0 to ∞. അപ്പോൾ അതാണ് ഈ ഗ്രാഫിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പം നിലവിലുള്ള ഗ്രാഫിൻ്റെ സ്റ്റാറ്റസ് എന്താണ് നോക്കാം. ഡിക്രീസസ് ഫ്രം ഇവിടെ നിന്ന് ഇവിടത്തേക്ക്, ഡിക്രീസസ് ഫ്രം -∞ to 0, ഇൻക്രീസസ് ഫ്രം 0 to ∞, മേലെ നിന്ന് താഴോട്ട് വരുവാണ്. അപ്പം ഡിക്രീസ് ചെയ്ത് 0 0 അങ്ങോട്ടേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പം ക്ലോസ്ഡ് അല്ല, -∞ to 0, 0 to ക്ലോസ്ഡ് ആണ്. അതേപോലെ ക്ലോസ്ഡ് അറ്റ് 0 to ∞. അപ്പോൾ 0 വെക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിനെടുത്തിട്ട് ഈ 4ൻ്റെ അവിടെ വെച്ചാൽ പോരെ. -∞ to 4 4 to ∞. അപ്പോൾ 4ൻ്റെ അവിടെ വെക്കണേ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ അനക്കി ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ലൈഡാണ് ഹൊറിസോണ്ടലിയാണ് മൂവ് ചെയ്യേണ്ടത്. ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ വാല്യൂ കുറച്ചാൽ മതി, വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മൂവ് ചെയ്തു കൃത്യമായിട്ട് 4ൻ്റെ സ്ഥാനത്ത് വെക്കുക. 4ൻ്റെ സ്ഥാനത്ത് അത് ഹോൾ നമ്പർ ആയിരിക്കും മനസ്സിലാക്കി വെക്കുക. 4ൻ്റെ സ്ഥാനത്ത് കൃത്യം വരുമ്പോൾ അതൊരു ഹോൾ, അത് -4 ആയിക്കോളും, -4 ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, ഇപ്പോൾ കൃത്യമായിട്ട് അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡിക്രീസസ് ഫ്രം -∞ to 4 ആൻഡ് ഇൻക്രീസസ് ഫ്രം 4 to ∞ എന്ന രീതിയിൽ നമുക്ക് പറയാം. അതിൻ്റെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x-4² ആൻഡ് a = 0 ആൻഡ് b = -4 എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ എല്ലാത്തിനും നമുക്ക് കൃത്യമായിട്ട്
ആൻസർ ഷീറ്റിൽ ആൻസർ കൊടുക്കാൻ പറ്റും, ചെയ്ത് നോക്കാനും പറ്റും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന ലാബേ അല്ല ലാബ് 2 എന്ന് പറയുന്നത്. ഇപ്പോൾ ലാബ് 1ൻ്റെ തുടർച്ചയാണ് ലാബ് 2 എന്ന് പറയുന്നത്. 2 ലാബും കൃത്യമായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് 28 മാർക്ക് സ്കോർ ചെയ്തു. ഇനി നമുക്ക് സ്കോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 മാർക്കാണ്. 34 മാക്സിമം. അത് അടുത്തൊരു ലാബ് ഉണ്ടെങ്കിൽ 4 മാർക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ വൈവ റെക്കോർഡ് 8 മാർക്ക്, അങ്ങനെ 40 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ പ്രാവശ്യത്തെ എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം, ഏതും അറിയുന്നത് എഴുതാം. അങ്ങനെ ഫുൾ മാർക്ക് 32 മാർക്ക് വാങ്ങുകയെന്ന് വെച്ചാൽ വളരെ വളരെ എളുപ്പമുള്ള കാര്യം എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന കാര്യം എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലാബ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.